സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സംസ്ഥാനത്തുടനീളം വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ചും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് വിവിധയിടങ്ങളിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയിൽ ഫോർട്ട് കൊച്ചി ബർഗർ സ്ട്രീറ്റിന് 4 നൂറ്റാണ്ട് പഴക്കമുള്ള പൈതൃക കെട്ടിടത്തിന്റെ മേൽക്കൂര നിലംപൊത്തി. അതേസമയം വിവിധ ജില്ലകളിൽ ജലസേചന വകുപ്പ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന് ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങി. ആലുവയിൽ വീടുകളോട് ചേർന്നുള്ള കൂറ്റൻ മതിൽ ചെരിഞ്ഞതിനാൽ 4 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. മലപ്പുറത്ത് കനത്ത മഴയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. വീടുകൾക്ക് മുകളിൽ മരം വീണ് വ്യാപക നാശനഷ്ടം. കാസർഗോഡും തൃശൂരും കനത്ത മഴ തുടരുകയാണ്. തൃശൂരിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് പരശുവക്കൽ എള്ളുവിളയിൽ കൂറ്റൻ തേക്ക് കടപുഴകിയ വീടിന് മുകളിൽ